നമ്മൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ മെയിൻ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെ, അതുപോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വെക്ടേഴ്സ് എന്നും സ്കേലാർസ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്ഷനോടെ സ്പെസിഫൈ ചെയ്താലേ അതിൻ്റെ മീനിങ് പൂർണ്ണമാകത്തുള്ളൂ. എന്നാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡയറക്ഷൻ ഇല്ല, ഡയറക്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 1 കിലോഗ്രാം റൈസ് 1 കിലോഗ്രാം റൈസിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഡയറക്ഷൻ ഇല്ല. നമ്മളോട് ആരും ചോദിക്കില്ല 1 കിലോഗ്രാം റൈസിന്റെ ഡയറക്ഷൻ എന്താണ്, ഏത് ഡയറക്ഷനിലാണ് റൈസ്, അരി എങ്ങോട്ടാണ് എന്ന് ചോദിക്കില്ല. എന്നാൽ ഡയറക്ഷനുള്ള വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ കേസ് അങ്ങനല്ല. നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ definitely we should specify direction. Which direction are we applying force in? നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ മുന്നോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, പിന്നോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മേളിലോട്ടാണോ താഴോട്ടാണോ, ഈ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്ടേഴ്സ് എന്നും സ്കേലാർസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്കേലാർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ 1 കിലോഗ്രാം ഓഫ് റൈസ് ഹിയർ, ഇവിടെ 1 കിലോഗ്രാം അരി ഇരിക്കുന്നു, ഇവിടെ 3 കിലോഗ്രാം അരി ഇരിക്കുന്നു. ടോട്ടൽ എത്ര കിലോഗ്രാം അരി? 4 കിലോഗ്രാം റൈസ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് ഫോഴ്സ്. ഞാൻ ഇങ്ങോട്ട് 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ടോട്ടൽ ഫോഴ്സ് ഈസ് നോട്ട് 4 ന്യൂട്ടൺ. ടോട്ടൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഞാൻ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് 1 ന്യൂട്ടൺ, ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് 3 ന്യൂട്ടൺ, പിന്നെ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ, ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. സ്കേലാർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്കേലാർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ, 2 സ്കേലാർ ക്വാണ്ടിറ്റീസിനെ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യുക, ഇറ്റ് വിൽ ഗീവ് അനദർ സ്കേലാർ ക്വാണ്ടിറ്റി. എന്നാൽ വെക്ടർ ക്വാണ്ടിറ്റീസ് അങ്ങനല്ല. വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ മാഗ്നിറ്റ്യൂഡ് അറിയണം, നമ്മൾ അവരുടെ ഡയറക്ഷൻ അറിയണം. ഇനി 2 വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു സ്കേലാർ ആയിരിക്കാം, ചിലപ്പോൾ കിട്ടുന്നത് മറ്റൊരു വെക്ടർ ആയിരിക്കാം. അങ്ങനെ 2 വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് മറ്റൊരു വെക്ടർ ആണെങ്കിൽ ആ വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ അറിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബേസിക്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൻ ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ചും പറയാം. നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, വെയിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ടൈം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇലക്ട്രിക് കറന്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വോൾട്ടേജ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, റെസിസ്റ്റൻസ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇങ്ങനെ സോ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദയർ. ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് എങ്കിൽ പോലും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് മാസ്, 2
length, 3 time, 4 temperature, 5 electric current, 6 luminous intensity, 7 amount of substance. ഇങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ട് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ ഈ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ഇത് നമുക്ക് ഇതിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിനെ കുറിച്ച് അറിയണം. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാസ് നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാം. മാസ് നമുക്ക് ഗ്രാമിൽ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന പവൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. മാസിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കിലോഗ്രാമിൽ മെഷർ ചെയ്യാം, നമുക്ക് മില്ലിഗ്രാമിൽ മെഷർ ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ ക്വിന്റൽ മെഷർ ചെയ്യാം. 100 കിലോഗ്രാം ഈസ് എ ക്വിന്റൽ. അല്ലെങ്കിൽ ടൺ, 1000 കിലോഗ്രാം, 1000 കിലോഗ്രാം ഈസ് എ ടൺ. അങ്ങനെ നമുക്ക് പല യൂണിറ്റ്സിൽ മെഷർ ചെയ്യാം. എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂണിറ്റ് വേണം. യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന യൂണിറ്റ് വേണം. യൂണിവേഴ്സൽ ആയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രീസിലും എല്ലാ റീജിയൻസിലും നമുക്ക് ഒരുപോലെ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂണിറ്റ് വേണം. അതുപോലെയാണ് ലെങ്തിന്റെ കാര്യം. ലെങ്ത് നമുക്ക് മില്ലിമീറ്ററിൽ മെഷർ ചെയ്യാം, മീറ്ററിൽ മെഷർ ചെയ്യാം. അതുപോലെ ഫൂട്ട് ഉണ്ട്, ഫൂട്ട് അടിയിൽ നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ യാർഡ്സ് ഉണ്ട്, യാർഡ്സ് നമ്മൾ ക്രിക്കറ്റിന്റെ പിച്ചൊക്കെ മെഷർ ചെയ്യുന്ന യാർഡ്സ് മെഷർ ചെയ്യാം. എന്നാൽ ഇതിന്റെയൊക്കെ വാല്യൂസ്, ഇപ്പൊ അടി നമ്മൾ ലോക്കലായിട്ട് കേരളത്തിൽ പറയുന്ന അടിയുടെ വാല്യൂ അല്ല കേരളത്തിന് പുറത്ത് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പറയുന്ന ഫൂട്ടിന്റെ വാല്യൂ. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 1 ഫൂട്ട് എന്ന് പറയുന്നത് 12 ഇഞ്ചസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് മുൻപ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കാര്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കൊരു ഫോർമാറ്റ് വേണം. അപ്പോൾ ലെങ്തിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്ന യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ തന്നെ ടൈമിനെ നമുക്ക് സെക്കൻഡ്സിൽ മെഷർ ചെയ്യാൻ സാധിക്കും, മിനിറ്റ്സിൽ മെഷർ ചെയ്യാൻ സാധിക്കും, അവേഴ്സിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ലോക്കലായിട്ട് പറയാറുള്ള നാഴിക, മുമ്പ് പറഞ്ഞിരുന്ന നാഴിക, വിനാഴിക പോലുള്ള യൂണിറ്റ്സ് ഉണ്ട്. എന്നാൽ അതൊന്നും യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ അല്ല. യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ്, ഈവൻ ഡേ എന്ന് പറയുമ്പോൾ പോലും നമുക്കത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടല്ല. കാരണം ഡേയുടെ ഡ്യൂറേഷൻ എല്ലായിടത്തും സെയിം അല്ല. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വേണം. ആ യൂണിറ്റ് ടൈമിന്റെ കേസിൽ സെക്കൻഡാണ്. അതുപോലെ ടെമ്പറേച്ചർ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത്, നമ്മുടെ റൂം ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. എന്നാൽ ക്ലിനിക്കൽ പർപ്പസസ്, നമ്മുടെ ഹോസ്പിറ്റൽ പർപ്പസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫാരൻഹീറ്റ് ആണ്. എന്നാൽ സയന്റിഫിക് പർപ്പസിന് നമ്മൾ കോമൺ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് കെൽവിനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട്. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാനും ഈ ക്വാണ്ടിറ്റീസ്, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, യൂണിവേഴ്സൽ ആയിട്ട് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മാസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. കിലോഗ്രാം ഇസ് ദ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്. നമ്മൾ അതിനെ SI യൂണിറ്റ് എന്ന് പറയും, ഓഫ് മാസ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്. അതുപോലെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. മീറ്റർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡ്സിലാണ്, സെക്കൻഡ്സ് ഡിനോട്ടഡ് ബൈ S. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്
കെൽവിനിലാണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ K. നമ്മൾ ഈ കെൽവിൻ പോലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കെൽവിൻ, ദ യൂണിറ്റ് കെൽവിൻ ഈസ് നെയിംഡ് ആഫ്റ്റർ ദ സയന്റിസ്റ്റ് ലോർഡ് കെൽവിൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സയന്റിസ്റ്റിന്റെ നെയിംസ് ഉള്ള യൂണിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം എഴുതേണ്ടത്, ഇൻക്ലൂഡിങ് K, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് ലെറ്റർ. അത് നമ്മൾ എഴുതേണ്ടത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. അതിന്റെ ഷോർട്ട് ഫോം നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ന്യൂട്ടൺ. ഷോർട്ട് ഫോം നോക്കിങ്ങനെ, നമുക്ക് ന്യൂട്ടൺ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. യൂണിറ്റ് ന്യൂട്ടൺ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. നമുക്ക് ന്യൂട്ടൺസ് ലോ ഇൽ ന്യൂട്ടൺ ഇങ്ങനെ എഴുതാം, എന്നാൽ യൂണിറ്റ് ന്യൂട്ടൺ ഇങ്ങനെ എഴുതാൻ പാടില്ല. അടുത്ത ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ആംപിയർ. ആംപിയറും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഫുൾ ഫോമിൽ, എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുമ്പോൾ അത് മുഴുവൻ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. ഷോർട്ട് ഫോം എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മോളിലാണ്, MOLE, ഡിനോട്ടഡ് ബൈ. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നിനെ കുറിച്ചും, മാസ് എന്താണ്, ലെങ്ത് എന്താണ്, ടൈം എന്താണ്, ടെമ്പറേച്ചർ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് പുറകാലെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിനോടൊപ്പം നമുക്ക് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് കൂടെ ഉണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ നമ്മൾ സാധാരണ പറയുന്ന പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ ആണ് പ്ലെയിൻ ആംഗിളിനെ മെഷർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഡിഗ്രി, നമുക്കറിയാം 0 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് 45 ഡിഗ്രി. എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. റേഡിയൻ ആക്ച്വലി 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ, അങ്ങനെയാണ്. പൈയുടെ വാല്യൂ 3.14 അങ്ങനെയാണ്. അതുപോലെ സോളിഡ് ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്റ്റെറിഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സ്റ്റെറിഡിയൻ, ഡിനോട്ടഡ് ബൈ സ്റ്റെറിഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് can be classified into 2 as vectors and scalars. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയിട്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. Physical quantities having both magnitude and direction are called vector quantities, whereas physical quantities having magnitude only, no direction, are called scalar quantities. Or in the case of scalar quantities, direction is not needed to specify the magnitude completely. But vectors in the case അങ്ങനല്ല. Vectors in the case meaning പൂർണ്ണമാകണമെങ്കിൽ we have to specify direction. For example, force എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഞാനൊരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു, 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ അതിന്റെ മീനിങ് പൂർണ്ണമാകുകയുള്ളൂ. You can always ask a question, in which direction did I apply the force? ഞാൻ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ഞാൻ മുന്നോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ഞാൻ പിന്നോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ലെഫ്റ്റിലോട്ടാണോ, റൈറ്റിലോട്ടാണോ, മേളിലോട്ടാണോ, താഴോട്ടാണോ? We need answer for this question, and this question can be answered completely, meaningfully, only if we know the direction. So, on that basis, physical quantities can be classified into 2, on vector quantities to scalar quantities. So, physical quantities having both magnitude and direction are called vectors. Quantities having only magnitude but no direction are called scalar quantities. Force, velocity, momentum,
etc. are called vector quantities, whereas mass, distance, etc. are called scalar quantities. Okay. നമുക്കിതിന്റെ അടിസ്ഥാനത്തിൽ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷനും രണ്ട് തരത്തിലുണ്ട്. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സ്കേലാർ ആണെങ്കിൽ നമ്മൾ അതിനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. നോക്കാം. ആദ്യമായിട്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ആണെങ്കിൽ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനെയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾസോ കോൾഡ് ഡോട്ട് പ്രോഡക്റ്റ്. സപ്പോസ് എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ മേളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കാറുണ്ട്. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദേ ആർ വെക്ടേഴ്സ്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി is equal to a b cos theta. അതുപോലെ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. ഇഫ് ലെറ്റ് ദിസ് ബി എ വെക്ടർ ഡിനോട്ടഡ് ബൈ എ ആൻഡ് ദിസ് ബി അനദർ വെക്ടർ ഡിനോട്ടഡ് ബൈ ബി ആൻഡ് തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ ആംഗിൾ 0 ആകാം. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സും പാരലലാണ്. എയും ബിയും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 0 ആകാം. അങ്ങനെ തീറ്റ 0 ആകുകയാണെങ്കിൽ എ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു എ ബി. കാരണം ബിക്കോസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1. കോസ് തീറ്റ 1 ആണ്. അതുപോലെ ഇവര് പെർപെൻഡിക്കുലർ ആകാം. എ ഇങ്ങോട്ടും ബി ഇങ്ങോട്ടും ആകാം. വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. അങ്ങനെ ആകുകയാണെങ്കിൽ ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 0 because cos 90 is equal to 0. ഇനി മൂന്നാമത് മറ്റൊരു കേസ് സംഭവിക്കാം. ഇവര് ആന്റി പാരലലാണ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഇങ്ങോട്ട് വെക്ടർ ബി ഇങ്ങോട്ട്. വി ഹാവ് an angle 180 degree between these two. അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അങ്ങനെ വരുമ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി is equal to minus ab because cos 180 is equal to minus 1. ഞാൻ ഇവിടെ 3 പോസിബിലിറ്റീസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പോസിബിലിറ്റീസ് സാധ്യമാണ്. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സിനെ, ഇവിടെ എ വെക്ടറാണ് ബി വെക്ടറാണ്, എന്നാൽ എയും ബിയും തമ്മിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കിട്ടുന്ന പ്രോഡക്റ്റ് എ ബി കോസ് തീറ്റ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കേസ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ
വെക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ഒരു വെക്ടറാണ്. വെക്ടർ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ക്രോസ് പ്രോഡക്റ്റ്, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾസോ കോൾഡ് ക്രോസ് പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇവിടെ എ ക്രോസ് ബി നമ്മൾ വായിക്കുന്നത് ക്രോസ് ബി എന്നാണ്. നേരത്തെ കേസിൽ നമ്മൾ വായിച്ചിരുന്നത് എ ഡോട്ട് ബി എന്നാണ്. ഇവിടെ വായിക്കുന്നത് എ ക്രോസ് ബി. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. എ വെക്ടറാണ്, ബി വെക്ടറാണ്, കിട്ടുന്ന പ്രോഡക്റ്റും ഒരു വെക്ടറാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കേസുകൾ ഉണ്ടാകാം. കേസ് 1, ഒന്നാമത്തെ കേസ്, കേസ് 1, വെക്ടേഴ്സ് ആർ പാരലൽ. വെക്ടേഴ്സ് പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. വെക്ടേഴ്സ് പാരലൽ ആണ്. വെക്ടേഴ്സ് പാരലൽ ആകുമ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ 0 ആണ്. തീറ്റ 0 ആകുമ്പോൾ സൈൻ തീറ്റ 0 ആകും. സൈൻ തീറ്റ 0 ആകുമ്പോൾ വെക്ടർ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0. പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ദ ക്രോസ് പ്രോഡക്റ്റ് വാനിഷസ്. രണ്ടാമത്തെ കേസ് നോക്കാം. കേസ് 2, വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. Vectors are perpendicular. Let this be vector A and let this be vector B. ഇവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 90 1 ആകും. സൈൻ 90 1 ആകുമ്പോൾ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി. കാരണം ഇവിടെ സൈൻ തീറ്റ 1 ആകും. സൈൻ തീറ്റ 1 ആകുമ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി. നമുക്കിനി മൂന്നാമത്തെ കേസ് നോക്കാം. കേസ് 3. കേസ് 3, വെക്ടേഴ്സ് ആന്റി പാരലൽ ആണ്. വെക്ടേഴ്സ് ആർ ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഇങ്ങോട്ടാണ്, ലെറ്റ് ദാറ്റ് ബി വെക്ടർ എ, മറ്റൊരു വെക്ടർ ബി ഇങ്ങോട്ടാണ്. ഇവരുടെ ആംഗിൾ 180 ഡിഗ്രിയാണ്. അങ്ങനെ 180 ഡിഗ്രി ആകുമ്പോൾ അവർ ആന്റി പാരലൽ ആണ്. ആന്റി പാരലൽ ആകുമ്പോൾ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി മൈനസ് എ ബി. ബിക്കോസ് A cross B is equal to 0 because sin 180 is equal to 0. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. രണ്ട് വെക്ടേഴ്സ് ആന്റി പാരലൽ ആണെങ്കിലും അവരുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. ഓക്കെ, നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ രണ്ടെണ്ണം പറയാം. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഞാൻ വെക്ടേഴ്സ് കൊണ്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. Let this be vector A. Let this be another vector B. Let this be another vector C. ഇപ്പോൾ നോക്കൂ, ഈ മൂന്ന് വെക്ടേഴ്സ്
ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ വെക്ടർ എ തുടങ്ങുന്നത് ഇവിടെയാണ്, അവസാനിക്കുന്നത് ഇവിടെയാണ്. രണ്ടാമത്തെ വെക്ടർ ബി തുടങ്ങുന്നത് ഇവിടെയാണ്, അവസാനിക്കുന്നത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെക്ടർ അവസാനിക്കുന്നിടത്താണ് രണ്ടാമത്തെ വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ വെക്ടർ അവസാനിക്കുന്നിടത്തുനിന്ന് രണ്ടാമത്തെ വെക്ടർ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഓർഡർ. നമ്മുടെ ഓർഡർ അതാണ്. ഒന്നാമത്തെ വെക്ടർ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു, അവിടെ നിന്ന് രണ്ടാമത്തെ വെക്ടർ തുടങ്ങുന്നു. അതേ ഓർഡറിലായിരുന്നു എങ്കിൽ സി ഇവിടെ തുടങ്ങണമായിരുന്നു, ഇവിടെ അവസാനിക്കണമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനല്ല. സി നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ സിയുടെ ഓർഡർ റിവേഴ്സ് ചെയ്തു. സി ഈസ് ഇൻ റിവേഴ്സ് ഓർഡർ. അങ്ങനെ നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എ ഇവിടെ, ബി ഇവിടെ, ഇൻ ഓർഡർ. ഒരേ ഓർഡറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ അതിന്റെ മൂന്നാമത്തെ വശം ഈ രണ്ട് വെക്ടേഴ്സിന്റെയും സമ്മിനെ ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് രണ്ട് വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളെ ഒരേ ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിൽ മൂന്നാമത്തെ വശത്തെ റിവേഴ്സ് ഓർഡറിൽ മറ്റൊരു വെക്ടർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ആ വെക്ടർ ആദ്യത്തെ രണ്ട് വെക്ടേഴ്സിന്റെയും സം ആയിരിക്കും. ഇഫ് വി ക്യാൻ റെപ്രസെന്റ് ടു വെക്ടേഴ്സ് by two sides of a triangle taken in order, then the third side of that triangle in the reverse order will give the resultant of those two vectors. If we can represent two vectors by two sides of a triangle taken in order, then the third side of that triangle in the reverse order will give the resultant of those two vectors. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെങ്കിൽ വെക്ടർ ഓൾജിബ്ര. അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ. പാരലലോഗ്രാം ലോ നമ്മളിവിടെയും ഒരു പാരലലോഗ്രാം കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ നമ്മളതിനെ പാരലലോഗ്രാം എന്ന് പറയും. ഈ പാരലലോഗ്രാമിന്റെ രണ്ട് വശങ്ങളാണ് എ ആൻഡ് ബി. ആക്ച്വലി രണ്ട് അഡ്ജസന്റ് സൈഡ്സ്. ഞാൻ എ ഇവിടെ എടുത്തു, ബി ഇവിടെ എടുത്തു. എനിക്ക് എ ഇവിടെയും ബി ഇവിടെയും വേണമെങ്കിലും എടുക്കാം. അഡ്ജസന്റ് സൈഡ്സ്. ഓപ്പോസിറ്റ് സൈഡ്സ് എടുക്കാൻ പറ്റില്ല. എ ഇവിടെയും ബി ഇവിടെയും എടുക്കാൻ പറ്റില്ല. എ ഇവിടെയും ബി അവിടെയും എടുക്കാൻ പറ്റില്ല. എ ഇവിടെയും ബി ഇവിടെയും എടുക്കാം. എ ഇവിടെയും ബി ഇവിടെയും എടുക്കാം. എ ഇവിടെയും ബി ഇവിടെയും എടുക്കാം. ബി ഇവിടെയും എ ഇവിടെയും എടുക്കാം. അങ്ങനെ അഡ്ജസന്റ് സൈഡ്സ്, അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ എടുക്കാം. അപ്പോ ഒരു പാരലലോഗ്രാമിന്റെ അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിൽ ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ will give the resultant of those two vectors. That is C is equal to A plus B. If we can represent two vectors by two adjacent sides of a parallelogram, then
the diagonal of that parallelogram will represent or will give the resultant of those two vectors. ഇതാണ് parallelogram law of vector addition. If we can represent two vectors by two adjacent sides of a parallelogram, then the diagonal of that parallelogram will give the resultant of those two vectors. ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, അവരുടെ ഇടയിലുള്ള ആംഗിളും അറിയാം എന്ന് വിചാരിക്കുക. നമുക്ക് രണ്ട് വെക്ടേഴ്സ്, let this be vector A and let this be vector B, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ അറിയാം. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ഈസ് ഗിവൺ ബൈ r square is equal to a square plus b square plus 2ab cos theta. ഇത് ഡയറക്റ്റ് ഫോർമുലയാണ്. നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിലും റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഓർ r is equal to square root of a square plus b square plus 2ab cos theta. അപ്പോൾ r is the resultant. Let that be relation number 1. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കൺക്ലൂഷൻസ് നടത്താം. ഒന്നാമതായിട്ട് കേസ് 1. ഒന്നാമത്തെ കേസ്, രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, രണ്ട് വെക്ടേഴ്സും പാരലാണ്, എ ബി പാരലാണ്. പാരലൽ ആവുമ്പോൾ cos തീറ്റയുടെ വാല്യൂ 1 ആവും. അപ്പോൾ എന്ത് പറ്റും? r സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. കാരണം cos തീറ്റയുടെ വാല്യൂ 1, ദ തീറ്റ 0 ആണല്ലോ. തീറ്റ ഇസ് ഈക്വൽ ടു 0, cos തീറ്റ ഇസ് ഈക്വൽ ടു 1, 2ab എന്ന് പറഞ്ഞാൽ r സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് b ദ ഹോൾ സ്ക്വയർ, ഓർ r സ്ക്വയർ ഇസ് ഈക്വൽ ടു r ഇസ് ഈക്വൽ ടു a പ്ലസ് b. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് പാരലലാണ്, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ റിസൾട്ടന്റ് കാണാൻ നമ്മൾ ആ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്താൽ മതിയാവും. രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അവരെ ആഡ് ചെയ്താൽ മതി. ഇനി മറ്റൊന്ന് കേസ് 2, രണ്ടാമത്തെ കേസ്. വെക്ടേഴ്സ് ആന്റി പാരലലാണ് എന്ന് പറഞ്ഞാൽ എ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ബി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ cos 180 എന്ന് പറയുന്നത് -1 ആകും. അങ്ങനെ cos 180 -1 ആണെങ്കിൽ നമ്മുടെ റിലേഷൻ, ആ റിലേഷൻ എന്താവും? r സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab. കാരണം cos തീറ്റ -1 ആണ്. അപ്പോൾ മൈനസ് 2ab. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab എന്താണ്? ദാറ്റ് ഈസ് r സ്ക്വയർ ഇസ് ഈക്വൽ ടു a മൈനസ് b ദ ഹോൾ സ്ക്വയർ, ഓർ r ഇസ് ഈക്വൽ ടു a മൈനസ് b. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് കാണാൻ നമ്മൾ അവരെ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് കാണാം. രണ്ട് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. ഒന്നുകിൽ രണ്ടും ലെങ്ത്, അല്ലെങ്കിൽ രണ്ടും ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ രണ്ടും വെലോസിറ്റി, അല്ലെങ്കിൽ രണ്ടും ആക്സലറേഷൻ. ഇങ്ങനെ ഒരേ തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്താൽ റിസൾട്ടന്റ് കാണാൻ ആഡ് ചെയ്താൽ മതിയാവും. രണ്ട് വെക്ടേഴ്സ്, ഒരേ തരത്തിലുള്ള രണ്ട് വെക്ടേഴ്സ്
ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് കാണാൻ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. മറ്റേതെങ്കിലും ഡയറക്ഷനിലാണെങ്കിൽ അവർ തമ്മിൽ മറ്റേതെങ്കിലും ആംഗിൾ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ we have to use this expression r square is equal to a square plus b square plus 2ab cos theta, അല്ലെങ്കിൽ r is equal to square root of a square plus b square plus 2ab cos theta, or we should use triangle law of vector addition അല്ലെങ്കിൽ parallelogram law of vector addition. Okay.